ഹായ് ഗൈസ്, വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കു ഷേക്ക് ഉണ്ടാകും. അതായത് സപ്പോർട്ട് ഇല്ലാത്ത ചിക്കു ഷേക്ക് കിട്ടും. അപ്പോൾ എന്തായാലും പാല് വേണമല്ലോ, അത് വാങ്ങാൻ വേണ്ടി പുറത്ത് വഴിയിൽ ഈനെ കണ്ടപ്പോൾ ഈനെ പിടിച്ച് വണ്ടി കയറി. അങ്ങനെ ആദ്യം നമ്മൾ പോയി ഈ ഷോപ്പിൽ കയറി പേഷൻ ഫ്രൂട്ട് പടർത്താൻ കുറച്ച് കയറും വലയും വാങ്ങും. കൂടെ ഞാനൊരു ഫ്ലഷിക്കും കൂടെ വാങ്ങി. ഇതിൻ്റെയും കൂടെ ചെറിയൊരു ആവശ്യമുണ്ട്. അങ്ങനെ വലയും കയറൊക്കെ വാങ്ങി സെറ്റാക്കി. ഇനി നമുക്ക് പാല് മേടിക്കണം. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് പാല് മേടിക്കും. കട്ടപ്പാലില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ പാല് മേടിച്ചു. വണ്ടി കയറാൻ പറഞ്ഞപ്പോൾ ഇതേ ചിരിക്കുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തി നമ്മൾ നേരെ വല കെട്ടാമെന്ന് ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ ഇതേ കിടക്കണ വല ഇങ്ങനെ സെൻട്രലിൽ മാത്രം ലെങ്ത് കുറവായിരിക്കും. അതവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഫ്ലഷ് കൊണ്ടുള്ള പരിപാടിയിലോട്ട് വരുന്നു. സംഭവം എന്താ വെച്ചാൽ ഈ കാണുന്ന ലൈനാണ്, അത് ഇതേപോലെ പൊട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ അത് മൊത്തം ഞാൻ വൃത്തിക്ക് ഒട്ടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ അമ്മയെ വിളിച്ച് കാണിച്ചു. അമ്മ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷേക്ക് ഉണ്ടാക്കാൻ അകത്ത് പോയപ്പോൾ എന്താ അത് കഴിച്ചാൽ ഇനി നമുക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് ചിക്കു ഷേക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇതുപോലെ ഒരു ജാർ എടുക്കുക. പിന്നെ നല്ല അടിപൊളി കാപ്പിപ്പൊടി എടുക്കുക. അതൊരു 2-3 സ്പൂൺ ജാറിലേക്ക് അങ്ങ് കുറച്ചധികം അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കിട്ടിയില്ല. പിന്നെ ഫ്രിഡ്ജ് ഒരു നല്ല കട്ട് ഐസ് ക്യൂബ് എടുക്കുക. ഈ ആയിട്ട് ഇത് മുഴുവൻ ആ ജാറിലോട്ട് അങ്ങ്. അത് നമ്മൾ നേരത്തെ വാങ്ങി നമ്മൾ പാലെടുക്കുക. അതിൻ്റെ ഒരു പകുതി വരെയൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. പകുതി മാറ്റി വെച്ചോട്ടോ, ചൂടല്ലേ, ഇനിയും എന്തെങ്കിലുമൊക്കെ കുടിക്കാമല്ലോ. അത് കഴിഞ്ഞ് മോനെ ഇതേപോലെ മിക്സി അങ്ങോട്ട് സെറ്റ് ചെയ്യും. സാധനം ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അത് സെർവ് ചെയ്യാനായിട്ട് ഇതേപോലെ ഗ്ലാസ് എടുത്തിട്ട് വരും. എന്നിട്ട് അത് ഇതേപോലെ ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് വയ്ക്കുക. അവസാനം അതേ 2 ബിസ്ക്കറ്റൊക്കെ വെച്ച് മൊഞ്ചാക്കി എടുത്ത് ഇങ്ങനെ ഉണ്ടാവും കാണാൻ. സാധനം സൂപ്പറായി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഒന്നുമില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഉണ്ടാക്കിയിട്ട് വന്ന് കമന്റ് ചെയ്യണം. സാധനം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഇൻസ്റ്റയിൽ ഇത് കാണുന്നുള്ളൊന്ന് ഫോളോ ഇട്ടിട്ട് പോകണേ. കൊണ്ടെടുത്ത് നോക്കി അറിയാം എത്ര ഫോളോവേഴ്സ്. യൂട്യൂബ് ആണെന്ന് സബ് അടിച്ചിട്ട് പോകണം കേട്ടോ.